നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്ത് ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ കോവിഡ് മൂലം മരിച്ചവരിൽ സാധാരണക്കാരായ പ്രവാസികൾ ധാരാളമാണ്. ഇവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര ധനസഹായം നൽകണമെന്ന് ഇൻകാസ് UAE ജനറൽ സെക്രട്ടറി പുന്നക്കൽ മുഹമ്മദ് അലി ആവശ്യപ്പെടുകയും ചെയ്തു. നിരവധി പേരാണ് ഇത്തരത്തിൽ ആവശ്യമുന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ജനിച്ച മണ്ണിൽ തന്നെ മരിക്കാൻ പോലും ഭാഗ്യമില്ലാതെ പോയവരാണ് ഇവർ. കോവിഡ് പടർന്നു പിടിക്കുന്നതിന് മുമ്പ് സ്വന്തം നാട്ടിലെത്തിക്കാമെന്ന് UAEയിലെയും മറ്റ് ഭരണകൂടം ഉറപ്പു നൽകിയപ്പോഴും അതിനനുവദിക്കാതിരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ സാധുക്കളുടെ മരണത്തിലും ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നവർ അനവധിയാണ്. പ്രവാസികളുടെ പുനരധിവാസത്തിനുള്ള പദ്ധതികൾ സർക്കാരിന്റെ ചുമതല കൂടിയാണ്. നിയമത്തിന്റെ സാങ്കേതികത ചൂണ്ടിക്കാട്ടി ഈ പാവങ്ങളെ സഹായിക്കാതിരിക്കരുത്. മനുഷ്യന്റെ നന്മയ്ക്കായി നിയമങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവണമെന്നും നാം പറയണം. അത്തരം അവസ്ഥയിൽ എത്തിപ്പെടുന്ന പല പ്രവാസികളുമുണ്ട്. വർഷങ്ങളോളം പ്രവാസ ലോകത്ത് പണിയെടുത്തിട്ടും ഒന്നുമാകാതെ പോയ ചിലർ. കൊച്ചുകുട്ടികൾ പടം വരയ്ക്കുന്നത് പോലെ തൂണുകളും കെട്ടുറപ്പുമൊന്നുമില്ലാത്ത ഒരു കൂര. ഒരു ഗൾഫുകാരന്റെ പൊള്ളുന്ന ജീവിത കഥയാണിത്. അബുദാബിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച കൊല്ലം ഓച്ചിറ ക്ലാപ്പന നോർത്ത് സ്വദേശി ശ്രീനിവാസം സുകുമാരന്റെ വീട് കാണണം നിങ്ങൾ. 45 വയസ്സാണ് അദ്ദേഹത്തിന്. കളിയിക്കൽ ഹൗസ് എന്ന ഷീറ്റ് കൊണ്ടുള്ള കൂരയിലാണ് ഭാര്യ സരിത, മകൻ ശ്രീഹരി, മകൾ ശിവഗംഗ എന്നിവർ താമസിക്കുന്നത്. തൊട്ടരികെ മറ്റൊരു വീടിന്റെ അടിത്തറയും കാണാം. ബഹ്റൈനിലും അബുദാബിയിലുമായി ഇദ്ദേഹം 7 വർഷം ജോലി ചെയ്തു. സ്വന്തം വീടിനായി കെട്ടിപ്പൊക്കിയ തറ. പാതിയിൽ തീർന്ന ഇവരുടെ പൂർത്തിയാവാത്ത സ്വപ്നമാണിത്. അച്ഛൻ മനുഷ്യരുൾപ്പെടെ ശ്രീഹരിക്ക് എല്ലാം അറിയാം. വെറും 13 വയസ്സാണ് ശ്രീഹരിക്കുള്ളത്. പക്ഷേ അത് മനസ്സിലാക്കാൻ ശിവഗംഗയ്ക്ക് ആകില്ല. വെറും 8 വയസ്സ്. അവൾക്ക് ഓട്ടിസമാണ്. വിളി കേൾക്കാനെങ്കിലും അവളെ പ്രാപ്തനാക്കാനാണ് ഇക്കണ്ട കാലമെല്ലാം ശ്രീനിവാസനും സരിതയും അധ്വാനിച്ചു കൊണ്ടിരുന്നത്. എക്സ്റേ ടെക്നീഷ്യൻ ആയിരുന്ന സരിത മകളുടെ രോഗാവസ്ഥ മൂലം ജോലി നിർത്തുകയും ചെയ്തു. എന്നാൽ തന്നെ മികച്ച ചികിത്സ നൽകി. അവളിപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കും, ഓടി വരും. പക്ഷേ ഇനി വിളിക്കാൻ അവളുടെ അച്ഛനില്ലല്ലോ എന്ന സങ്കടം ബാക്കിയാവുകയാണ്. ചില സംഘടനകൾ അരിയും സാധനങ്ങളും നൽകിയതിനാൽ പട്ടിണിയില്ലാതെ മാത്രം കഴിഞ്ഞുകൂടുകയാണിവർ. മകളുടെ ചികിത്സ, മകന്റെ പഠിപ്പ്, വീട്, ഇനി എന്തെന്നറിയില്ല. എല്ലാം ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു. സരിതയുടെ വാക്കുകൾ ഇടറുകയാണ് ഇതൊക്കെയും പറയുമ്പോൾ. അബുദാബിയിൽ ഹൈഡ്രോളിക് മെക്കാനിക്കായിരുന്നു ശ്രീനിവാസൻ. 1.5 വർഷമായി കമ്പനി മോശം സ്ഥിതിയിൽ തന്നെയായിരുന്നു. ജോലിയും നഷ്ടമായി, വിസാ കാലാവധിയും തീർന്ന് ഇങ്ങനെ പോയാൽ ഞാനും ഇവിടെ കിടന്ന് മരിക്കും. പല പ്രവാസികളും വീട്ടിൽ വിളിച്ചു പറയുന്നത് പോലെ ശ്രീനിവാസനും സങ്കടം പറഞ്ഞിരുന്നു. വേദനയോടെ അത് കേട്ടെങ്കിലും അറം പറ്റുമെന്ന് സരിത ഒരു നേരം പോലും കരുതിയിരുന്നില്ല. ബാങ്കിലെ കണക്ക് പുസ്തകത്തിൽ നീക്കിയിരിപ്പ് 0. ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എവിടെ എന്ത് എഴുതി തുടങ്ങണമെന്ന് സരിതയ്ക്ക് അറിയുകയുമില്ല. സരിത ഒരു ഉദാഹരണം മാത്രമാവുകയാണ്. പല പ്രവാസികളുടെയും ജീവിതം ഇത് തന്നെയാണ്. ജീവിച്ചിരുന്നിട്ടും മരിച്ച അവസ്ഥയിൽ കഴിയുന്ന മാനസികാവസ്ഥയിലാണ് പല പ്രവാസികളും കഴിഞ്ഞു പോരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.